പവിയും സിദ്ധുവും തമ്മിൽ കണ്ടിട്ടും സംസാരിച്ചിട്ടും 2 ദിവസം കഴിഞ്ഞു. അന്ന് ബീച്ചിൽ നിന്ന് അവൾ നേരെ പോയത് അവളുടെ വീട്ടിലേക്കാണ്. കുറച്ച് ദിവസം ഇവിടെ താമസിക്കാൻ വന്നതാണെന്ന് മാത്രമേ പവി വീട്ടുകാരോട് പറഞ്ഞുള്ളൂ. ചില്ലു ഇടയ്ക്കിടെ ഓരോന്ന് കുത്തി കുത്തി ചോദിക്കുന്നുണ്ടെങ്കിലും പവി ഒന്നും വിട്ടു പറഞ്ഞില്ല. ആരോടും ഒന്നും പറയാൻ അവൾക്ക് തോന്നിയില്ല. ഓമെങ്ങാനും ഇതറിഞ്ഞ അവരോടുള്ള ദേഷ്യത്തിന് നന്ദുവിനെ അവളുടെ വീട്ടിൽ കൊണ്ടുവിടും. അതവൾക്കും സങ്കടാവും. താൻ കാരണം ആരും വേദനിക്കരുതെന്ന് അവൾക്ക് നിർബന്ധമായിരുന്നു. പവി ഇങ്ങോട്ട് വന്ന് മിണ്ടാതെ താൻ അങ്ങോട്ട് പോയി കാണുകയോ സംസാരിക്കുകയോ ചെയ്യില്ലെന്ന് സിദ്ധുവിന് വാശിയായിരുന്നു. 2 ദിവസം എങ്ങനെയൊക്കെയോ കടന്നുപോയി. എന്നാണ് സിദ്ധു സസ്പെൻഷൻ കഴിഞ്ഞ് കോളേജിൽ തിരികെ ചെല്ലുന്നത്. സിദ്ധുവിനാണെങ്കിൽ കോളേജിൽ ചെല്ലാൻ ഒരു മൂടുമില്ലായിരുന്നു. സിദ്ധുവിനെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ട് കൂട്ടുകാർ 3 നേരെ അവൻ്റെ വീട്ടിൽ ചെന്ന് അവനെ കൈയോടെ പൊക്കി കാര്യങ്ങൾ തിരക്കിയതും പവിക്കും അവനുമിടയിൽ നടന്നൊക്കെ സിദ്ധു കൂട്ടുകാരോട് പറഞ്ഞു. കൂടെ പവിയെ കൊല്ലാനുള്ള ഭായിയുടെ കൊട്ടേഷനും എല്ലാം കൂടി സിദ്ധു വല്ലാത്തൊരവസ്ഥയിലാണെന്ന് അവർക്ക് തോന്നി. എടാ നീ എഴുന്നേറ്റെ, ഇനി ഇങ്ങനെ മൂടി പൊതിച്ച് കിടന്നാലേ ശരിയാവില്ല. നിന്റെ ഉള്ളിലെ കാമുകനെ നീ തൽക്കാലം ഉറക്കി കിടത്ത്. എന്നിട്ട് ഞങ്ങളുടെ പഴയ സിദ്ധുവായിട്ട് തിരികെ കോളേജിലേക്ക് വരണം. എന്നിട്ട് നീ നിന്റെ പെണ്ണിന് മുന്നിൽ തല ഉയർത്തി പിടിച്ച് നിൽക്കണം. ഞങ്ങൾ അറിഞ്ഞിടത്തോളം അവൾക്ക് നിന്നെ വേണ്ടെന്ന് വെക്കാനാവില്ല. കൂട്ടത്തിൽ അവൾക്കിട്ട് ചെറിയ പണികൾ കൊടുക്കുകയും ചെയ്യാം, അതും ഇന്ന് തന്നെ. അല്ല പിന്നെ ഞങ്ങളുടെ ചെറുക്കൻ്റെ മനസ്സ് വേദനിപ്പിച്ചിട്ട് അവൾ എന്താ ഉദ്ദേശിക്കുന്നത് എന്നറിയണമല്ലോ. അഭിയായിരുന്നു അത് പറഞ്ഞത്. വേണ്ടടാ, അതൊന്നും വേണ്ട. അവളൊരു പാവ. അവളുടെ മനസ്സിലെ എന്തോ ഉണ്ട്, അതവൾ തുറന്ന് പറയുന്നില്ലെന്ന് മാത്രം. നീ ഒന്ന് പോയ സിദ്ധു, ഞങ്ങൾക്കറിയാം എന്ത് വേണമെന്ന്. ചെറിയൊരു ഡോസ് അത്രേ ഉള്ളൂ. നീ കട്ടയ്ക്ക് കൂടെ നിന്നാൽ മതി. ആദ്യം ചെറിയൊരു റാഗിങ്. 3 മാസത്തെ ലോങ് ലീവ് കഴിഞ്ഞേ ജോണ് വരുന്നുണ്ട്. നിന്റെ കെട്ടിയോളെ പേടിപ്പിക്കാൻ നമുക്ക് അവനെ തന്നെ ഇറക്കാം. അതിൻ്റെ കൂടെ അവളെ ഇറിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്നതൊക്കെ നീ ചെയ്യുന്നു. അവളുടെ ഇഷ്ടക്കേടുകളായിരിക്കും ഇന്ന് മുതൽ നിന്റെ ഇഷ്ടങ്ങൾ. നിന്റെ കാര്യത്തിൽ അവൾ ഇത്തിരി പോസസീവ് ആണെന്നല്ലേ നീ പറഞ്ഞേ? പിന്നീട് അതാണ് നമ്മുടെ അടുത്ത പരിപാടി. ചിലപ്പോൾ അതിനിടയിൽ അവൾ കയറി കെട്ടിയോൾ ചമയാൻ വരും. അന്നേരം നീ റൊമാൻസിക്കാനെങ്ങാനും ചെന്ന ബാക്കി അപ്പം ഞാൻ പറയാം. ജീവ തൻ്റെ അഭിപ്രായം പറഞ്ഞതും സിദ്ധു ശരി സമ്മതിച്ചു എന്ന പോലെ തലയണക്കി. എടാ, ഫൈനൽസ് ഡേയുടെ ഡേറ്റ് തീരുമാനിച്ചു. നമുക്ക് ഇത്തവണ പൊളിക്കണ്ടേ? തേജയുടെ ചോദ്യം കേട്ടതും സിദ്ധു ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു. 3 കൂടി അവനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. സിദ്ധു പെട്ടെന്ന് തന്നെ റെഡിയായി വന്നു. ചില്ലുവിൻ്റെ സ്കൂട്ടിയുടെ പിറകിലിരിക്കുമ്പോൾ പവിയുടെ മനസ്സ് നിറയെ സിദ്ധുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ മാത്രമായിരുന്നു. ഇന്ന് സിദ്ധുവിനെ ഫേസ് ചെയ്യേണ്ടി വരുമല്ലോ എന്നോർത്തപ്പോൾ ഒരു തരം അസ്വസ്ഥത. അവൻ ഓരോന്ന് പറഞ്ഞ് തൻ്റെ അരികിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അന്നേരം തനിക്കവനെ വീണ്ടും വിഷമിപ്പിക്കേണ്ടി വരും അവൾ ഓർത്തു. കൂട്ടിയുടെ മിററിൽ കൂടി ചില്ലു പവിയുടെ പ്രവർത്തികൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പവിയുടെ മനസ്സ് മറ്റെങ്ങോ ആണെന്ന് കണ്ടതും അവൾ സംസാരത്തിന് തുടക്കം കുറിച്ചു. എടി, ഇത്തവണ ആർട്സ് ഡേ നമുക്ക് തൂത്തുവാരണം. പെൺപിള്ളേർ പങ്കെടുക്കുന്ന മത്സരങ്ങളിലൊക്കെയും പെൺപിള്ളേരുടെ വേഷം കെട്ടി നമ്മുടെ കൂടെ ചേർന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാണെന്ന് നമ്മുടെ പിള്ളേർ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒപ്പന, തിരുവാതിര, ഗ്രൂപ്പ് ഡാൻസ്, ഇതിലൊക്കെ നമുക്കും പങ്കെടുക്കണം. നമ്മൾ ആരാണെന്ന് എല്ലാവരും അറിയാൻ പോകുന്നേ ഉള്ളൂ. എനിക്കൊന്നിനൊരു മൂടിലടി, പവി താല്പര്യമില്ലാത്ത മട്ടി പറഞ്ഞു. എൻ്റെ പവി, നിനക്ക് എന്താ പറ്റിയെന്നേ എനിക്കറിയില്ല. മുമ്പ് നീ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. നമുക്കിടയിൽ രഹസ്യങ്ങളും ഒന്നുമില്ലായിരുന്നു. സാരമില്ല, നിനക്ക് പറയാൻ തോന്നുമ്പോൾ പറഞ്ഞാൽ മതി. സിദ്ധുവേട്ടൻ നിനക്കിടയിൽ എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്, അതെനിക്ക് ഉറപ്പാ. നിന്നെ ഒരു നിമിഷം പിരിഞ്ഞിരിക്കാൻ പറ്റാത്ത പുള്ളിയാ ഇതിപ്പോൾ 2 ദിവസമായി നിങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ട്. ചില്ലു, ഞാനെല്ലാം നിന്നോട് പറയാം. നീ ഇപ്പോൾ എന്നോടൊന്നും ചോദിക്കരുത്. പവിയത് പറഞ്ഞതും ചില്ലു പിന്നെ ഒന്നും ചോദിക്കാൻ നിന്നില്ല. നന്ദു കോളേജിലേക്ക് പോകാൻ വേണ്ടി റെഡിയാവുകയാണ്. ജീൻസും ന്യൂഡിൽസ് സ്റ്റാപ്പ് ക്രോപ്പ് ടോപ്പുമാണ് അവൾ ധരിച്ചിട്ടുള്ളത്. അതിന് മേലെ ഇടാനുള്ള ഷർട്ട് വാർഡ്രോബിലെ ഷെൽഫിൽ തിരയുകയാണ് അവൾ. വാർഡ്രോബിന് മുന്നിൽ കുത്തിയിരുന്ന് ഏറ്റവും താഴെയുള്ള ഷെൽഫിൽ ഷ്രഗ് തിരയുകയാണ് അവൾ. ആ നേരത്താണ് കുളി കഴിഞ്ഞ് വാഷ്റൂമിൽ നിന്നും നേരെ ഇറങ്ങുന്നത്. ബാത്ത് ടവൽ തരിച്ച് പുറത്തിറങ്ങി അവൻ മറ്റൊരു ടവൽ കൊണ്ട് തല തുടയ്ക്കുന്നുണ്ട്. അവൻ്റെ നോട്ടം ഒരു നിമിഷം നന്ദുവിലേക്ക് നീണ്ടു. ക്രോപ്പ് ടോപ്പിൽ കൂടി അവളുടെ ശരീരമേനി എടുത്ത് കാട്ടുന്നുണ്ട്. പുറംഭാഗവും ഇടുപ്പും നല്ല പോലെ കാണാം. ഇവളിതെന്തോന്ന് ഭാവിച്ച? എങ്ങനെയാണെങ്കിൽ കോളേജിൽ പോക്ക് നടക്കുമെന്ന് തോന്നുന്നില്ല. സ്വയമേ ഓരോന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ അരികിലേക്ക് നടന്നു. നന്ദുവിന് നേരെ മുന്നിലായി വാർഡ്രോബിൻ്റെ മിററാണുള്ളത്. ഓം മിററിന് മുന്നിൽ നിന്നുകൊണ്ട് മുടി ചീകുന്നുണ്ട്. അവൻ്റെ മുടി ചീകലിൻ്റെ ദൈർഘ്യം കൂടി വന്നതും അവൾ തല ഉയർത്തി നോക്കി.
അവൻ്റെ കണ്ണുകളുടെ സഞ്ചാരദിശ അവൻ്റെ പ്രതിബിംബത്തിൽ അല്ലെന്നും മറിച്ച് മിററിൻ്റെ താഴ്ഭാഗത്താണെന്ന് കണ്ടതും അവൾ സ്വയം ശരീരത്തിലേക്ക് നോക്കി. അവളുടെ കൈ തൻ്റെ ടോപ്പിൻ്റെ കഴുത്തിലേക്ക് നീണ്ടു. അവൻ കണ്ണാടിയിൽ കൂടി സീൻ പിടിക്കുകയാണെന്ന് മനസ്സിലായി. അവനെ കുറ്റം പറയാൻ പറ്റില്ല, അതുപോലെയാണ് തൻ്റെ ഇരിപ്പ്. ഏറെക്കുറെ എല്ലാം കാണാം. അവൾ ടോപ്പ് പൊക്കി വെച്ച് എഴുന്നേറ്റ് അവനെ കൂർപ്പിച്ചു നോക്കി. കള്ളവാദ്യാരെ, എനിക്ക് മനസ്സിലായിട്ടോ എന്നും പറഞ്ഞവൾ തിരിഞ്ഞു നടക്കാൻ നേരം അവൻ അവളുടെ കൈ പിടിച്ച് തൻ്റെ നെഞ്ചിലേക്കിട്ടു. അവൻ തൻ്റെ തലമുടിയിലെ വെള്ളം അവളുടെ മുഖത്തേക്ക് കുടഞ്ഞു. വെള്ളത്തുള്ളികൾ മുഖത്തേക്ക് പതിച്ചതും ഒരു നിമിഷം അവൾ കണ്ണടച്ചു തുറന്നു. അവളുടെ തോളിൽ വീണ കിടക്കുന്ന വെള്ളത്തുള്ളികൾ അവൻ വിരലിനാൽ തട്ടിത്തെറിപ്പിച്ചു. കഴുത്തിൽ നിന്നും മാറിടുക്കിലേക്ക് ഓടി ഒളിക്കാനൊരുങ്ങിയ വെള്ളത്തുള്ളിയെ അവൻ ചൂണ്ടുവിരലിനാൽ തടഞ്ഞു നിർത്തിയതും അവളുടെ നെഞ്ചിടിപ്പേറി വന്നു. ഇടത് തോളിൽ നിന്നും ടോപ്പിൻ്റെ സ്ട്രാപ്പ് താഴ്ത്തി അവൻ അവിടം ചുംബിച്ചതും അവളുടെ കൈ അവനിൽ മുറുകി. അവളുടെ കണ്ണുകൾ താനെ അടഞ്ഞു. ഇതിനകത്ത് ഒന്നും ഇട്ടിട്ടില്ലേ? അവളുടെ കാതിൽ നേർമയായി ചോദിച്ചതും അവൾ കണ്ണു തുറന്ന് അവനെ നോക്കി. അവൻ ചോദിച്ചത് എന്താണെന്ന മട്ടിൽ അവൾ അവനെ തന്നെ നോക്കി. അല്ല, ഇന്നർ സ്ട്രാപ്പൊന്നും കാണുന്നില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. അവളുടെ മറ്റേ തോളിൽ നിന്നും ടോപ്പിൻ്റെ സ്ട്രാപ്പ് താഴ്ത്തിക്കൊണ്ടവൻ പറയവേ അവളുടെ മുഖം നാണത്താൽ താഴ്ന്നു. ചോദിച്ചത് ഇഷ്ടമായില്ലെങ്കിൽ സോറി, അവളുടെ താടി പിടിച്ചുയർത്തിക്കൊണ്ട് പറയവേ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് പതുങ്ങി. അതിനിടയിൽ അവൻ്റെ കൈ പിൻഭാഗത്തുകൂടി അവളുടെ ടോപ്പിനുള്ളിലേക്ക് കടന്നു. ആ നിമിഷം അവളുടെ കൈ അവൻ്റെ പുറമേനിയിൽ അമർന്നു. അവൻ്റെ കൈ അവളിലെ എന്തിലോ ഒന്ന് തടഞ്ഞു. ഓ, ഇങ്ങനെയുള്ള സംവിധാനമൊക്കെ ഉണ്ടല്ലേ, ഞാൻ അറിഞ്ഞില്ല. അവൻ തൻ്റെ കൈ പിൻവലിച്ചുകൊണ്ട് പറഞ്ഞു. അവളാണെങ്കിൽ നാണം കൊണ്ട് അവൻ്റെ മുഖത്ത് നോക്കുന്നേയില്ല. ഇതിന് മേലെ ഇടുന്ന സാധനം കിട്ടിയോ? അവൾ ഇല്ലെന്ന് തലയനക്കി. മീൻ വലയൊന്നും ഇട്ടേക്കരുത്, ക്ലാസ് എടുക്കുമ്പോൾ എൻ്റെ കൺട്രോൾ പോകും കേട്ടോ. അവൻ്റെ പറച്ചിൽ കേട്ട് അവൾ അവൻ്റെ കവിളിൽ ചെറുതായി കടിച്ചു. അവൻ എരിവലിച്ചുകൊണ്ട് അവളെ തുറിച്ചു നോക്കിയതും അവൾ അവിടം അമർത്തി ചുംബിച്ചു. അന്നേരം അവൻ തന്നെ മറ്റേ കവിൾ കൂടി കാട്ടിക്കൊടുത്തതും അവൾ അവിടെയും ചുംബിച്ചു. അവൻ പിന്നീട് തൻ്റെ നെറ്റി കാട്ടിയതും അവൾ അവൻ്റെ കാലിന് മീതെ കയറി നിന്ന് അവൻ്റെ നെറ്റിയിൽ മൃദുവായി ചുണ്ടമർത്തി. അവിടെ നിന്ന് അവളുടെ അതരങ്ങൾ അവൻ്റെ മൂക്ക് വഴി താഴേക്ക് ഒഴുകി നടന്നു. ഒടുവിൽ അവൻ്റെ അതരങ്ങളെ തൊട്ട് തലോടിയതും അവൾ അവനിൽ നിന്നും പിൻവാങ്ങാനൊരുങ്ങി. എന്നാൽ അവൻ അവളെ ഒന്നുകൂടെ തന്നിലേക്ക് അടുപ്പിച്ചു. അവളുടെ അതരങ്ങളെ തൻ്റേതുമായി ബന്ധിപ്പിച്ചു. ഇരുവരും ചുംബനം ഒരുപോലെ ആസ്വദിക്കുന്ന വേളയിൽ അവൻ അവളുമായി ബെഡിലേക്ക് മറഞ്ഞു. പവിയും ചില്ലുവും കോളേജ് വരാന്തയിലൂടെ മുന്നോട്ട് നടന്നു. അവിടെ എങ്ങും സിദ്ധു ഉണ്ടാവരുത് എന്നവൾ പ്രാർത്ഥിച്ചു. അവൻ അവിടെ എവിടെയും ഇല്ല എന്ന് കണ്ടതും അവളിൽ ആശ്വാസം നിറഞ്ഞു. എന്നാലും ദൂരെ നിന്നെങ്കിലും അവനൊന്ന് കണ്ടിരുന്നെങ്കിൽ അവൾ അറിയാതെ ആഗ്രഹിച്ചു പോയി. ഉച്ചവരെ അവൾ എങ്ങനെയൊക്കെയോ സമയം തള്ളി നീക്കി. ഉച്ചക്കത്തെ ഭക്ഷണം ക്യാൻറ്റീനിൽ നിന്ന് കഴിച്ചു തിരികെ മടങ്ങാൻ നേരാണ് ഹലോ മെക്രാണീസ്, എങ്ങ് വാ എന്നും പറഞ്ഞ് ആരോ വിളിക്കുന്നത് കേൾക്കുന്നത്. ഇരുവരും തിരിഞ്ഞു നോക്കിയതും പരിചയമില്ലാത്ത ഒരുത്തൻ നിൽക്കുന്നു. കൂടെ 4-5 പേരുണ്ട്. അവരെ മുൻപ് കണ്ടിട്ടുള്ളത് പോലെ തോന്നി, പക്ഷേ ലവനെ കണ്ടിട്ടില്ല. അതേതാടി യുദ്ധഭൂമിയിൽ പുതിയൊരു ഭടൻ? ചില്ലുവിൻ്റെ ചോദ്യം കേട്ട് പവി കൈമലർത്തി. എന്തായാലും പോയി നോക്കാം എന്നും പറഞ്ഞ് പവി ചില്ലുവിനെയും കൂട്ടി മുന്നോട്ട് നടന്നു. അവൻ അരികിലെത്തിയതും ചില്ലുവും പവിയും അവനെ നോക്കി നേർമയായി ഒന്ന് പുഞ്ചിരിച്ചു. മെക്കിലെ പെൺപുലികളാണെന്ന് കേട്ടു. ഞാൻ 3 മന്ത്സായി ഇവിടെ ഇല്ലായിരുന്നു, ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി വിളിച്ചതാ, അവൻ പറഞ്ഞു തുടങ്ങി. ഒരു ലോങ് സസ്പെൻഷൻ കഴിഞ്ഞ് വരുന്നതായിരിക്കും, ചില്ലു പവിയുടെ കാതിൽ സ്വകാര്യം പോലെ പറഞ്ഞു. കേൾവി ശക്തി ലവലേഷൻ കൂടുതലായതുകൊണ്ട് അവനത് വ്യക്തമായി കേട്ടിരുന്നു. അല്ല, ചെറിയൊരു ആക്സിഡൻറ്റ്, 3 മാസം റെസ്റ്റായിരുന്നു, അവൻ കടുപ്പിച്ച് പറഞ്ഞു. ഈശ്വര, ചെവിക്ക് ഇത്രയും പവറോ? ചില്ലു മനസ്സിൽ പറഞ്ഞു. ഹായ്, ഐ ആം ജോൺ പോൾ കുര്യൻ, ഫൈനൽ ഇയർ CSC ആണ്. ഹായ്, ഞാൻ പല്ലവി, ഞാൻ ചിലങ്ക. ഇരുവരും സ്വയം പരിചയപ്പെടുത്തി. നിങ്ങൾക്കറിയോ, ഇവിടെ പുതിയതായി വരുന്ന പിള്ളേർക്ക് ജോൺ സ്പെഷ്യൽ റാഗിങ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ പിന്നെ നിങ്ങളായിട്ട് എങ്ങനെയാണ് വേണ്ടെന്ന് വെക്കുക? അതുമല്ല, അച്ചായൻ ഇന്ന് തിരിച്ചെത്തിയതല്ലേ ഉള്ളൂ, അച്ചായനെ കുറച്ച് എൻ്റർടൈൻമെൻറ്റൊക്കെയും വേണ്ടേ? അതുകൊണ്ട് ഐശ്വര്യമായിട്ട് ചിലങ്കക്കുട്ടി ചിലങ്കയിടാതെ 2 ടഫ് സ്റ്റെപ്പ് ഇട്ടേ. അവൻ്റെ പറച്ചിൽ കേട്ടതും ചിലങ്കയുടെ മുഖത്ത് പരിഭ്രമം നിറഞ്ഞു. അയ്യോ ചേട്ടാ, ഈ ടഫ് സ്റ്റെപ്പ് ഒന്ന് മാറ്റി പിടിക്കാൻ പറ്റുമോ? എന്നാൽ പിന്നെ 2 സിമ്പിൾ സ്റ്റെപ്പ് പോന്നോട്ടെ അല്ലേ? ഈ സ്റ്റെപ്പ് ഫുള്ളായിട്ട് മാറ്റി പിടിക്കാവോ? ഡാൻസ് വശമില്ലേ, അതുകൊണ്ടാ. ചില്ലു തട്ടി വിട്ടു. എന്നാൽ പിന്നെ നീ പോമോനെ ദിനേശ. അവൻ്റെ പറച്ചിൽ കേട്ട് ചില ചെറുതായൊന്ന് ഞെട്ടി. അതല്ല,
നീ പോമോനെ ദിനേശ എന്നും പറഞ്ഞ് മോഹൻലാൽ സ്റ്റൈലിൽ തോളും ചരിച്ച് 2 റൗണ്ട് നടന്നേ. ഇതിലൊരു മാറ്റമില്ല കേട്ടോ. ചെയ്യാൻ പറ്റിയില്ലല്ലേ? പണിഷ്മെൻ്റ് ഉണ്ട്. പണിഷ്മെൻ്റ് ആണെങ്കിലേ അതിക്രൂരമായിരിക്കും. ജോൺ പറയുന്നത് കേട്ടതും വേറെ വഴിയില്ലാതെ ചിലങ്ക അതുപോലെ ചെയ്തു. എൻ്റെ ദൈവമേ, ലാലേട്ടനെങ്ങാനും ഇത് കാണണം. നിന്നെ ചെരിപ്പൂരി അടിക്കും എന്നുള്ള അവൻ്റെ ഡയലോഗ് കേട്ട് പാവിക്ക് ചിരിപൊട്ടി. നീ ഇങ്ങനെ ചിരിക്കണ്ട, നിനക്കുള്ള പണിയാ ഇനി വരാൻ പോന്നെ. നിനക്ക് എന്താ ഇപ്പം തരാ എന്നും പറഞ്ഞ് ജോൺ ഒന്ന് ചിന്തിച്ചു. എടാ ജോ, അവൾക്കുള്ള പണി ഞാൻ കൊടുത്താലോ എന്നുള്ള ശബ്ദം കേട്ട് പാവിയും ചില്ലുവും അടക്കം എല്ലാവരും തിരിഞ്ഞു നോക്കി. അത് സിദ്ധുവായിരുന്നു. ലൈറ്റ് ബ്ലൂ ഷർട്ട്, അതേ കളർ കരയുള്ള വൈറ്റ് മുണ്ട്. മുണ്ടിൻ്റെ അറ്റം പൊക്കി പൊഴിച്ച് മുന്നോട്ട് വരുന്നവനെ കണ്ടതും പവിയുടെ കണ്ണുകൾ തിളങ്ങി. കൂടെ വാലുകളുണ്ട്. ആ നിമിഷം പവി തൻ്റെ കെട്ടിയോൻ്റെ ഭംഗി അറിയാതെ നോക്കി നിന്നു. ജോക്കുട്ടാ, എന്താ ഇവിടെ പരിപാടി? റാഗിങ് ആണോ? ഷോ, നല്ലൊരു റാഗിങ് കണ്ട കാലം മറന്നു. നീ പൊളിക്കട മുത്തേ, ഞാൻ കൂടെയുണ്ട്. സിധു ജോണിൻ്റെ തോളി കൈയിട്ടുകൊണ്ട് പറയവേ പവിയുടെ നോട്ടം അവനിൽ ചെന്നു. എന്താ നിന്റെ പേര്? സിധുവിൻ്റെ ചോദ്യം കേട്ട് പവിയുടെ നെറ്റി ചുളുങ്ങി. പല്ലവി, അവൾ പറഞ്ഞു. എന്തോന്നാ, പല്ലിയാ? പല്ലിയല്ല, പല്ലവി. ഓ ആയിക്കോട്ടെ. വെറും പല്ലവിയാ? അല്ല, പല്ലവി ഹരിദാസ്. അവളുടെ വെളിപ്പെടുത്തൽ അവനെ ചെറുതായി ചൊടിപ്പിച്ചു. എന്നാ പല്ലവി ഒരു കാര്യം ചെയ്യും, ഇവനോട് ഒരു ഐ ലവ് യു പറഞ്ഞ് ഒന്ന് പ്രപ്പോസ് ചെയ്യും എന്നുള്ള ജോണിൻ്റെ പറച്ചിൽ കേട്ട് പവി സിദ്ധുവിനെ കൂർപ്പിച്ചു നോക്കി. സോറി, എനിക്കിത് ചെയ്യാൻ പറ്റില്ല, പവി തീർത്തും പറഞ്ഞു. പറ്റില്ല? പറ്റില്ലെങ്കിലേ പണിഷ്മെൻ്റ് ഉണ്ട്. പണിഷ്മെൻ്റായി നീ ഇവനെ കിസ് ചെയ്യേണ്ടി വരും. ജോൺ സിദ്ധുവിനെ ചൂണ്ടി പറഞ്ഞു. ഏതാ വേണ്ടതെന്ന് നീ തീരുമാനിക്ക്, ജോൺ പറഞ്ഞു. എടാ, എനിക്കിവളുടെ കിസ്സൊന്നും വേണ്ടടാ ജോണേ. എനിക്ക് കിസ് വേണമെന്ന് തോന്നുമ്പോൾ ഞാനേ എൻ്റെ കെട്ടിയോളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോളാം. സിദ്ധുവിൻ്റെ ആ പറച്ചിൽ പവിയിൽ ദേഷ്യം നിറച്ചു. ആ കെട്ടിയോള് തന്നെയല്ലടാ ഈ ഞാൻ. പവി പിറുപിറുത്തു. ശരിയാക്കി തരാടാ, പവി മനസ്സിൽ പറഞ്ഞു. ഇവന് കിസ് വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ ചേട്ടന് അല്ല ഇച്ചായനെ കിസ് തരട്ടെ. ജോണിനോടുള്ള പവിയുടെ പറച്ചിൽ അവിടെയുള്ള എല്ലാവരെയും ഞെട്ടിച്ചു. കൂട്ടത്തിൽ ഏറ്റവും അധികം നെട്ടിയത് സിദ്ധുവാണ്. ശരിക്കും കൊടുക്കോ? ചില്ലു പവിയെ തോണ്ടി. അന്നേരം പവി അവളെ നോക്കി കണ്ണ് ചിമ്മി കാണിച്ചു. തരട്ടെ ജോചായ എന്നുള്ള പവിയുടെ ചോദ്യം കേട്ട് ജോൺ ഉമ്മ വാങ്ങിക്കണോ എന്ന പോലെ സിദ്ധുവിനെ നോക്കി. അന്നേരം സിദ്ധു അവനെ നോക്കി പല്ലിരുമ്മി. ജോചായ വരൂന്നേ, ഞാൻ ഉമ്മ തരട്ടെ എന്ന് പറഞ്ഞ് പവി ജോണിന് നേരെ നീങ്ങിയതും പവിയുടെ കയ്യിൽ സിദ്ധുവിൻ്റെ പിടി വീണു. ഈ കാലമാടൻ്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കൂ ജോച്ചായ. അതിനിടയിൽ പവി വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. സിദ്ധു അവളെയും കൊണ്ട് മുന്നോട്ട് നടന്നു. എന്നാൽ പിന്നെ ഞാൻ അങ്ങോട്ടെന്നും പറഞ്ഞ് ചില്ലു ക്ലാസ് ലക്ഷ്യം വെച്ച് നടക്കുമ്പോൾ തേജ പിന്നാലെ കൂടി. ഞാൻ അമ്മയ്ക്ക് ഫോട്ടോ കാണിച്ചു. അമ്മയ്ക്ക് ഇഷ്ടമായി. അമ്മയ്ക്ക് നിന്നെ നല്ല പരിചയമുണ്ടെന്ന്. എന്നെയോ? ആന്നേ, അതെങ്ങനെ? ചില്ലു ചിന്തിച്ചു. ആ, അതെന്തേലും ആവട്ടെ. ഷോ, ഞാനേ കുറച്ച് നേരത്തെ എത്തേണ്ടതായിരുന്നു അല്ലേ? ആ പ്രൊപ്പോസിങ് ഡയലോഗും കിസ്സിങ്ങും ഞാൻ നിനക്ക് തന്നേനെ. ഷോ, വൻ നഷ്ടം. തേജ ഓരോന്ന് പറയുന്നുണ്ട്. പിന്നെ ഉമ്മ അപ്പം തന്നെ കിട്ടുമായിരുന്നു, ചില്ല് പുച്ഛിച്ചു. എന്നാൽ പിന്നെ ഇപ്പം തന്നാലും മതി. ഒന്ന് പോടോ. പോടോന്നു? അധികം വൈകാതെ നിൻ്റെ കയ്യിൽ നിന്ന് ഉമ്മ വാങ്ങിക്കാൻ എനിക്കറിയാം കേട്ടോടി, അവളെ മൊത്തത്തിൽ നുഴിഞ്ഞുകൊണ്ടവൻ പറഞ്ഞു. ശേഷം അവൻ തിരിഞ്ഞു നടന്നു. ഇതേ സമയം പവിയുമായി സിദ്ധു ആളൊഴിഞ്ഞ വാഗച്ചോട്ടിലേക്കാണ് ചെന്നത്. അവൻ അവളിൽ നിന്നും തൻ്റെ കൈ പിൻവലിച്ചു. അവൻ്റെ പിടുത്തത്തിൽ അവളുടെ കൈ ചുവന്നു വന്നിരുന്നു. അവൾ അവനെ തുറച്ചു നോക്കി. ദേ, സ്മാർട്ട്നെസ് ആവാം, പക്ഷേ ഓവർ സ്മാർട്ട്നെസ് അത് വേണ്ടാട്ടാ, സിദ്ധു പവിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അത് തന്നെയാ എനിക്ക് നിന്നോടും പറയാനുള്ളത്. ചുളിവിൽ ഉമ്മ വാങ്ങിക്കാം എന്ന് കരുതി അല്ലേ? കിട്ടും, നീ നോക്കിയിരുന്നോ? അവനെ പബ്ലിക്കായി ഉമ്മ വാങ്ങിക്കാൻ വന്നിരിക്കുന്നു. ഒന്ന് പോടി, ആർക്ക് വേണം നിൻ്റെ ഉമ്മ? എനിക്ക് നിന്നെ ഉമ്മ വെക്കാൻ തോന്നിയാലേ ആ നിമിഷം ഞാൻ ഉമ്മ വെച്ചിരിക്കും. അതിപ്പോൾ പബ്ലിക് ആണേലും ശരി അല്ലേലും ശരി. എന്നാൽ പിന്നെ ഒന്ന് ഉമ്മ വെച്ച് നോക്ക്, അപ്പം ഞാൻ കാണിച്ചു തരാം. അതൊക്കെ ഞാൻ കുറേ കണ്ടതാണല്ലോ. കാണുക മാത്രമല്ല ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട് എന്നുള്ള അവൻ്റെ പറച്ചിലിൽ അവളുടെ മുഖം വീർത്തു വന്നു. പോടാ വൃത്തികെട്ടവനെ, അവൾ അവൻ്റെ നെഞ്ചിൽ പിടിച്ചു തള്ളി. വീഴാതിരിക്കാൻ അവൻ അവളുടെ ഷർട്ടിൽ പിടിച്ചതും അവൾ അവൻ്റെ മേലേക്ക് വീണു. അതോടെ രണ്ടും കൂടി നിലം പതിച്ചു. വീണ് കിടക്കുമ്പോൾ അത് മുതലാക്കുക സിദ്ധുവിൻ്റെ ഒരു ഇതാണല്ലോ. ഇറുകെ കെട്ടിപ്പിടിച്ചു. കഴുത്തിലൊരു ഉമ്മയും കൊടുത്ത് എഴുന്നേറ്റപ്പോൾ പെണ്ണ് അവനെ ചുട്ടരിക്കാനുള്ള ദേഷ്യത്തിൽ മുന്നിൽ നിൽക്കുന്നുണ്ട്. ഒരുമ്മ വെച്ചതിനെ ഇങ്ങനെ നോക്കി ദഹിപ്പിക്കണോ?
2 ദിവസമായിട്ട് പട്ടിണിയാണല്ലോ. ആ ഒരു ആവേശത്തിൻ്റെ പുറത്ത് ചെയ്തു പോയതാ. അതല്ല ദേ നോക്ക് എന്നും പറഞ്ഞ് പവി കൂട്ടിപ്പിടിച്ച ഷർട്ടിൽ നിന്നുള്ള പിടിവിട്ടതും മുകളിലത്തെ 2 ബട്ടൺസ് തുറന്നു കിടക്കുന്നുണ്ട്. അയ്യേ, ഇതൊക്കെ വീട്ടിൽ നിന്ന് കാണിച്ചാൽ പോരെ? എന്തോ ഇപ്പം കാണാനേ ഒരു മൂടില്ല എന്നല്ല അവൻ്റെ പറച്ചിൽ കേട്ട് അവൾക്ക് ഉള്ളംകാൽ തൊട്ട് പെരുത്ത് കയറി. എടാ അതല്ല, നീ ഷർട്ടിൽ പിടിച്ചപ്പോൾ ഷർട്ടിൻ്റെ 2 ബട്ടൺസ് പൊട്ടിപ്പോയി. ഇനി ഞാൻ എങ്ങനെ ക്ലാസ്സിലിരിക്കും? എന്നാൽ പിന്നെ നമുക്ക് ക്ലാസ് കട്ട് ചെയ്ത് സിനിമയ്ക്ക് പോയാലോ എന്നുള്ള അവൻ്റെ പറച്ചിൽ കേട്ട് അവൾ അവനെ നോക്കി പല്ലിരമ്മി. ഞാൻ പറഞ്ഞതാ കണ്ണിൽ കണ്ട ഓൺലൈൻ ആപ്പിൽ നിന്നും ചീപ്പ് റേറ്റിൽ ഡ്രസ്സ് വാങ്ങിക്കരുതെന്ന്. അതെങ്ങനെയാ? ഏതെങ്കിലും കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്ത് തേങ്ങ ഇട്ടുകൊണ്ട് വന്നാലും നിന്നെ പോലുള്ള മന്ദബുദ്ധികൾ അതിൻ്റെ ലിങ്ക് ചോദിച്ചു വാങ്ങി അതെന്നെ പർച്ചേസ് ചെയ്തോളും. നിൻ്റെ കഥാപ്രസംഗം ഒന്ന് നിർത്തോ? ദേ പെട്ടെന്ന് എൻ്റെ ഡ്രസ്സ് നേരാക്കി തന്നോ, ഇല്ലെങ്കിലേ നിൻ്റെ ഷർട്ട് എനിക്കിതാ. എൻ്റെ ഷർട്ട് നീ ഇട്ടോ. നീ ആണെങ്കിൽ പെൺപിള്ളേരെ കാണിക്കാൻ വേണ്ടി നെഞ്ചു തുറന്ന് നടക്കുവാണല്ലോ. അയ്യേ, നിൻ്റെ ഷർട്ട് ഞാനിടാനോ? ശരി, എൻ്റെ ഷർട്ട് നീ ഇടണ്ട, പക്ഷേ നിൻ്റെ ഷർട്ട് ഞാൻ ഇട്ടോളാം. അതിങ്ങ് തന്നെ. പവി അവൻ്റെ അരികിൽ വന്നു ഷർട്ടിൽ പിഴുത്തമിട്ടു. എന്നിട്ട് ഞാനിവിടെ മുണ്ട് മാത്രം എടുത്ത് ഇവിടെ പറമ്പ് മുഴുവൻ കിളക്കാം, എന്തേ? അതൊക്കെ നിൻ്റെ ഇഷ്ടം, പവി കൂസാതെ പറഞ്ഞു. അവളത് പറഞ്ഞു കേട്ടതും സിധു എന്തോ ഓർത്ത പോലെ ഞാനിപ്പോൾ വരാം, നീ ഇവിടെ തന്നെ നിൽക്ക് എന്നും പറഞ്ഞ് അവിടെ നിന്ന് പോയി. പെട്ടെന്ന് തന്നെ അവൻ തിരിച്ചു വരികയും ചെയ്തു. തിരികെ വരുമ്പോൾ അവൻ്റെ കയ്യിൽ നൂലും സൂചിയും ഉണ്ടായിരുന്നു. അവൾക്ക് കാര്യം മനസ്സിലായി. നീ കാറിൽ പോയിരുന്നു, എന്നിട്ട് ഷർട്ട് ഊരി ബട്ടൺ പിടിപ്പിച്ചോ. കമ്പനിക്ക് വേണമെങ്കിൽ ഞാനും വരാം. മറുപടിയായി കനപ്പിച്ചൊരു നോട്ടമാണ് കിട്ടിയത്. വേണ്ട, എന്നാൽ നീ ഇവിടെ ഇരി, ചേട്ടനെ ബട്ടൺ പിടിപ്പിച്ച് തരാം, പോരെ? അവൻ്റെ പറച്ചിൽ കേട്ട് പവി സിമെൻറ്റ് ബെഞ്ചിലിരുന്നു. തൊട്ടരികിൽ അവൾക്കൊപ്പം ഓപ്പോസിറ്റായി അവനും. ഷർട്ടിൽ നിന്നും അവളുടെ കൈ എടുത്തു മാറ്റി അവൻ ആദ്യ ബട്ടൺ പിടിപ്പിച്ച് തുടങ്ങി. അവൻ്റെ കണ്ണുകൾ അവളുടെ കഴുത്തിടുക്കിലേക്ക് നീളുന്നത് കണ്ടതും അവൾ മറുകൈയാൽ അവിടെ മറച്ചു പിടിച്ചു. അവളുടെ ടോപ്പിനുള്ളിൽ കിടക്കുന്ന താലിയിലായിരുന്നു അവൻ്റെ കണ്ണുകൾ. സീൻ പിടുത്തത്തിന് ഒരു കുറവും ഇല്ലല്ലേ? അവൾ പറഞ്ഞു. എനിക്ക് അവകാശപ്പെട്ടത് തന്നെയാണ് ഞാൻ നോക്കിയത്. നിന്നിലെ ഓരോ അണുവും എനിക്ക് അത്രമേൽ പ്രിയപ്പെട്ടതാണ്. ഇവിടം എന്തോ ഒന്നുകൂടി ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നിൻ്റെ കണ്ണുകളാണ് കേട്ടോ. പിന്നെ ഈ ചുണ്ടുകൾ, പിന്നെ മൂക്ക്, നെറ്റി, കവള് എല്ലാം എനിക്കൊരുപാട് ഇഷ്ടമാണ്. ആ നിമിഷം അവൻ തല ഉയർത്തി അവളെ നോക്കി. ശേഷം അവൻ ശ്രദ്ധാപൂർവം തൻ്റെ പ്രവൃത്തി തുടർന്നു. അവൻ്റെ പറച്ചിൽ കേട്ട് അവളുടെ ഹൃദയത്തിൽ തണുപ്പ് പടർന്നു. അതിൻ്റെ പ്രതിഫലമെന്നോണം അവളുടെ ചൊടിയിലൊരു പുഞ്ചിരി വിരിഞ്ഞു. പിന്നീട് ഇരുവർക്കിടയിൽ മൗനം തളം കെട്ടി നിന്നു. അവളുടെ കണ്ണുകൾ അവൻ്റെ മുഖത്തുകൂടെ ഒഴുകി നടന്നു. അവനിലെ വിയർപ്പിൻ്റെയും പെർഫ്യൂമിൻ്റെയും അണ്ടർആം റോൾ ഓണിൻ്റെയും സമ്മിശ്രഗന്ധം. അവനറിയാതെ അവൾ ആ ഗന്ധം ആഞ്ഞു ശ്വസിച്ചു. അവൻ്റെ സൗന്ദര്യം അവൾ നോക്കി നിന്നു. വെളുത്തു സുന്ദരമായ മുഖത്ത് ഒരു കുരു പോലുമില്ല. കൃഷ്ണമണിയുടെ ചലനത്തിനനുസരിച്ച് ചലിക്കുന്ന കൺപോളകളും നീണ്ട കൺപീലിയും. താടിയും മീശയും ചെറുതായി വളർന്നു തുടങ്ങിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ എന്നും ഷേവ് ചെയ്ത് മിനുക്കി വെക്കുന്നവനാ, അവൾ ഓർത്തു. ആദ്യ ബട്ടൺ പിടിപ്പിച്ചു കഴിഞ്ഞു. പല്ലുകൊണ്ട് നൂല് കടിച്ചു പൊട്ടിച്ചപ്പോൾ അവൻ്റെ താടി രോമങ്ങൾ അവളുടെ കയ്യിൽ അമർന്നു. അവൻ അവളുടെ ആ കൈ എടുത്തു മാറ്റി ബട്ടൺ ഇട്ട് കൊടുത്ത് അടുത്ത ബട്ടൺ പിടിപ്പിച്ചു തുടങ്ങി. അവൻ മിണ്ടുന്നില്ല എന്ന് കണ്ടതും അവൾ സംസാരിച്ചു തുടങ്ങി. നീ എന്തേ താടി സെറ്റ് ചെയ്യാഞ്ഞ്? ഇങ്ങനെ കാണാനേ രസമില്ല. അവൾ പറഞ്ഞത് കേട്ടതും അവൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. നമ്മൾ പിരിയാൻ പോവല്ലേ, അപ്പോൾ പിന്നെ ചടങ്ങ് അതിൻ്റെ മുറ പോലെ നടക്കട്ടെ എന്ന് കരുതി. അവൻ പറഞ്ഞു. ഓ, ഇനി താടിയും മുടിയും വളർത്തി നിരാശാകെട്ടിയവനായി നടക്കാനാ പ്ലാൻ? ആണെന്ന് കൂട്ടിക്കോ. മുഖത്ത് നോക്കാതെയാണ് അവന് മറുപടി പറയുന്നത്. എങ്കിൽ പിന്നെ കരടിത്തൈലം ബെസ്റ്റാ, പെട്ടെന്ന് താടി വളർന്നോളും. ആണല്ലേ, എന്നാൽ 2 ബോട്ടിൽ ഓർഡർ ചെയ്തേക്ക്. പൈസ ഞാനേ ജിപേ ചെയ്തേക്കാം. ക്യാഷ് നമുക്കൊരു പ്രശ്നമേ അല്ല, കാരണം ഞാനൊരു ഭീകര ഗുണ്ടയാണല്ലോ. അവൻ പുച്ഛിച്ചു. അതിനിടയിൽ 2ാമത്തെ ബട്ടണും തുന്നി പിടിപ്പിച്ചു. നൂല് കടിച്ചു പൊട്ടിക്കുമ്പോൾ അവൻ്റെ താടിയും മീശയും അവളുടെ കഴുത്തിൽ ഇക്കിളി കൂട്ടി. അവൻ്റെ നിശ്വാസം അവളുടെ കഴുത്തിൽ തട്ടി. അവളുടെ കണ്ണുകൾ അറിയാതെ കൂമ്പി അടഞ്ഞു. സിദ്ധുവിനെ അന്വേഷിച്ചു വന്ന ജീവയും അഭിയും തേജയും ജോണും കാണുന്നത് പവിയുടെ കഴുത്തിൽ ഉമ്മ വെക്കുന്ന സിദ്ധുവിനെയാണ്. ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണില്ല എന്ന് അരമണിക്കൂർ മുൻപ് പറഞ്ഞവനാ. അയ്യേ, 4 ഒരേ സ്വരത്തിൽ പറഞ്ഞു. ശബ്ദം കേട്ടതും സിദ്ധുവും പവിയും ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. സിദ്ധുവിൻ്റെ കൂട്ടുകാരെ കണ്ടതും പവി മുഖം തിരിഞ്ഞു നിന്ന് ധൃതിയിൽ തൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺസ് നേരെയാക്കി അവിടെ നിന്ന് നടന്നു നീങ്ങി.
എടാ അത് ഞാനേ ബട്ടണ് പൊട്ടിയപ്പോൾ ഞങ്ങൾ കണ്ടതാ. അബി അതും പറഞ്ഞ് അവൻ്റെ തോളിൽ കൈയിട്ട് മുന്നോട്ട് നടന്നു. അന്ന് വൈകുന്നേരം സിദ്ധു പവി അന്വേഷിച്ചു വരുമ്പോഴേക്കും അവൾ ചില്ലുവിൻ്റെ കൂടെ വീട്ടിലേക്ക് പോയിരുന്നു. അത് സിദ്ധുവിനെ ചൊടിപ്പിച്ചു. അവളെ കണ്ട് സംസാരിച്ചു. എന്താ അവളുടെ പ്രശ്നമെന്ന് ചോദിക്കാൻ വേണ്ടി വന്നതായിരുന്നു അവൻ. പിറ്റേ ദിവസം പവി സിദ്ധുവിൻ്റെ കണ്ണിൽ പെടാതെ മുങ്ങി നടന്നു. അന്ന് ലാസ്റ്റ് അവറിൽ ആർട്സ് ഡേക്ക് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളതിനാൽ പ്രാക്ടീസ് തുടങ്ങിയിട്ടുണ്ട്. പവിയും ചില്ലുവും തൻ്റെ ക്ലാസ്സിലെ പിള്ളേർക്ക് വേണ്ടി ഇൻസ്ട്രക്ഷൻസൊക്കെയും കൊടുക്കുന്നുണ്ട്. അതിനിടയിൽ ചില്ലു ഒരു കോൾ വന്ന് പുറത്തേക്ക് പോയി. തിരികെ വന്ന ചില്ലു പവിയുടെ അരികിൽ വന്ന് ഒരു കാര്യം പറഞ്ഞതും പവി ദേഷ്യത്തോടെ പുറത്തേക്കിറങ്ങി നടന്നു.